മലയാളത്തിൽ ഒരുപാട് ചാനലുകളുണ്ട്, പ്രത്യേകിച്ച് വാർത്താ ചാനലുകളുടെ എണ്ണം മറ്റു ഭാഷയിൽ നോക്കിയാൽ ഒരു പ്രാദേശിക ഭാഷ നിലക്ക് മലയാളത്തിൽ ഒരുപാട് വാർത്താ ചാനലുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് വന്നത് നമ്മൾ അറിയുന്നുണ്ട്, ചിലത് പോയത് നമ്മൾ അറിയുന്നതേ ഇല്ല. അങ്ങനെയൊക്കെ വളരെ സംഭവബഹുലമാണ് കേരളത്തിലെ വാർത്താമാധ്യമ രംഗം എന്നുള്ളത്. അപ്പോൾ ഒരു വലിയ വാർത്തയാണ്, ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് നമ്മളിന്ന് അറിയുന്നത്. ഏഷ്യാനെറ്റ് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നുള്ളത്. ഏഷ്യാനെറ്റിനെ വീഴ്ത്തിയോ 24 ന്യൂസ് എന്നുള്ളതാണ്. ഏഷ്യാനെറ്റും ഇതുവരെ ഏഷ്യാനെറ്റിൻ്റെ അപ്രമാദിത്യമായിരുന്നു മലയാള വാർത്താ ചാനൽ റേറ്റിങ്ങിൽ. ഇതാദ്യമായിട്ടാണ് ഏഷ്യാനെറ്റ് 2ാം സ്ഥാനത്തേക്ക് പോകുന്നത്. ചരിത്രത്തിലെ ആദ്യം, മലയാള വാർത്താ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് 2ാം സ്ഥാനത്തേക്ക് പോകുന്നു. 1ാം സ്ഥാനത്തേക്ക് 24 ന്യൂസാണ്. 150ഓളം പോയിൻറ്റിൻ്റെ റേറ്റിംഗാണ് 24 ലഭിച്ചത്. ഏഷ്യാനെറ്റ് 146.7 തൊട്ടടുത്ത് റിപ്പോർട്ടറുണ്ട് എന്ന് കാണണം. 3ാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ കുതിച്ചു കയറിയതാണ് 116.3. ബാക്കി ചാനലുകളെല്ലാം വളരെ ബഹുദൂരം പിന്നിലാണ്. മനോരമ ന്യൂസ് 77, മാതൃഭൂമി ന്യൂസ് 71, കരളി ന്യൂസ് 25, ന്യൂസ് 18 26, 24 പോയിൻ്റാണ്. ജനം ടി വിക്ക് 20, മീഡിയ 1 14 മാത്രമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിൻ്റെ വാർത്താമാധ്യമ ചരിത്രത്തിൽ ഏഷ്യാനെറ്റ് ആദ്യമായിട്ടാണ് 2ാമത് ആവുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഏഷ്യാനെറ്റിൻ്റെ മറ്റും 2 ചാനൽ, റിപ്പോർട്ടറും 24 ഇപ്പോൾ മലയാളത്തിൽ വളരെ വളർച്ചയുള്ള 2 ചാനലുകൾ. അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു അവതരണ രീതിയോ ഒരു പരമ്പരാഗത ശൈലിയിലാണ് ഏഷ്യാനെറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പലപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ വിഷയങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പൂർണ്ണമായും എതിരാണെന്ന് തോന്നിയത്തക്ക രീതിയിലാണ് അതിൻ്റെ ഒരു പോക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എല്ലാവരുടെയും ചാനലായിട്ട് മാറാൻ ഏഷ്യാനെറ്റ് സാധിക്കാതെ വരുന്നു. ഒരു വിഭാഗം ആൾക്കാർ ഏഷ്യാനെറ്റിനെ പൂർണ്ണമായും അവഗണിക്കുന്നതാണ് ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് കുറയാനുള്ളൊരു കാരണം. 24 റിപ്പോർട്ടറും ഒക്കെ തന്നെ ഒരു പരിധിവരെ എല്ലാവരും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ചാനലാണ്. കാരണം അതിൽ എല്ലാ വ്യൂ പോയിൻറ്റുകളും കൃത്യമായി അറിയുന്നുണ്ട്. ഒരു ഇടതുപക്ഷ വിരുദ്ധ നിലപാട് ഏഷ്യാനെറ്റ് കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് പലപ്പോഴായി തോന്നുന്നുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ വ്യക്തിപരമായി വിനു വി ജോണും ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇടതുപക്ഷത്തുണ്ടാകുന്ന ആക്രമണം, അവരുടെ പ്രത്യാക്രമണം ഒക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളായിട്ട്. ഇതിൽ ഏഷ്യാനെറ്റ് വ്യക്തിപരമായി വിഷയങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നുവെന്നും അന്ന് സാധാരണക്കാരൻ്റെ തോന്നലാണ്. പിന്നെ ഒന്നുകൂടി പറഞ്ഞാൽ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആകർഷണീയത അത് 24നും റിപ്പോർട്ടർ ചാനലിനും ഉണ്ട്. ഏകദേശം രണ്ടും ഒരേപോലെയാണ്. ഏകദേശം നമുക്ക് 2 ചാനലിൻ്റെ ഒരു അവതരണ രീതിയൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വന്നാൽ ഏഷ്യാനെറ്റ് ഒരു പരമ്പരാഗത ശൈലിയിൽ പോകുന്നു. പിന്നീട് ഏഷ്യാനെറ്റ് ആ രീതിയിൽ അട്രാക്റ്റീവ് ആവുന്നുമില്ല. ചർച്ചകൾ മിക്കവാറും ഏകപക്ഷീയമായി പോകുന്നു. പാനലുകൾ അംഗങ്ങളൊക്കെ തന്നെ മിക്കവാറും ഒരേ ആൾക്കാർ തന്നെ വരുന്നു. അവർ മിക്കവാറും ഒരേ ഐഡിയോളജി പറഞ്ഞു പോകുന്ന ആൾക്കാരൊക്കെ ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരും വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കാതാവുമ്പോൾ ആ ശബ്ദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ ചാനൽ കണ്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഇത്തരം വിഷയങ്ങൾ വരുന്നത്. ഏഷ്യാനെറ്റിന് കുറേ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഏഷ്യാനെറ്റിൻ്റെ അപ്രമാദിത്യം മലയാള വാർത്താ മാധ്യമ രംഗത്ത് കുറയുന്നു എന്നുള്ളത് ഏഷ്യാനെറ്റ് കുറച്ചുകൂടി സീരിയസ് ആയി കണ്ടാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഏഷ്യാനെറ്റ് വളരെ പുറകിലേക്ക്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഏഷ്യാനെറ്റും മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും ഒക്കെ ഏകദേശം ഒരേ സ്റ്റൈലാണ്. പക്ഷേ ഏഷ്യാനെറ്റ് പണ്ടേ തുടങ്ങിയതുകൊണ്ടാണ് ഏഷ്യാനെറ്റിൻ്റെ വാർത്ത കുറച്ചും കൂടി ആൾക്കാർ കാണുന്നത് എന്നുള്ളത്, അതിൻ്റെ റീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമയുടെ ലെവലിലേക്ക് കുറച്ചുകൂടി താഴാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം കരുതാൻ. അങ്ങനെ വന്നാൽ ഒന്ന് കുറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഏഷ്യാനെറ്റ് അത് പിടിച്ചെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ വന്നാൽ ഏഷ്യാനെറ്റ് വളരെ പുറകിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരു നിഷ്പക്ഷത കാണിക്കേണ്ട ഉത്തരവാദിത്വം ചാനലുകൾക്കുണ്ട് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ്. പിന്നെ ഈ കുറച്ചുകൂടി പ്രേക്ഷകരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങളെ വളരെ ഗൗരവമായി എടുക്കുകയും നിരന്തരമായി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചുകൂടി റേറ്റിങ്ങിലേക്ക് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ റേറ്റിംഗ് ഏഷ്യാനെറ്റ് തിരിച്ചു പിടിക്കുന്നത് തന്നെയാണ്. കാരണം ഇതൊക്കെ ഒരു എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു അത്ഭുതം പോലെയാണ്. ഏഷ്യാനെറ്റ് തിരിച്ചു പിടിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ക്ഷതം, ഈ ആഘാതം ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിഭയങ്കരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.